നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിനെ ഇത്തവണ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിലേക്ക് കൊണ്ടുപോയതിൽ തിബോട്ട് കോർട്ടുവയുടെ അഭാവത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച ആളാണ് ആൻഡ്രി ല്യൂനിൻ. ആ ല്യൂനിന് പക്ഷേ യൂറോ കപ്പിൽ സ്വന്തം രാജ്യത്തിന് വേണ്ടി കളിക്കാനിറങ്ങിയപ്പോൾ പിഴക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. അദ്ദേഹത്തിൻ്റെ പിഴവിൽ നിന്ന് തന്നെയാണ് റൊമേനിയ ആദ്യ ഗോൾ നേടുന്നതും പിന്നീട് ആധിപത്യം പുലർത്തുന്നതും യുക്രൈനെ 3-0 തോൽപ്പിച്ചു വിടുന്നതും. തീർച്ചയായിട്ടും യുക്രൈനിയൻ ടീം താരസമ്പന്നമായ ടീമായിരുന്നു. ഇപ്പോഴത്തെ റൊമേനിയയുടെ നിലവാരം അത്ര മികച്ചതായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് യുക്രൈന് മിക്കവരും വിജയസാധ്യത കൽപ്പിച്ചിരുന്നു. അവിടെയാണ് 3-0 തകർപ്പൻ ജയം റൊമേനിയ നേടിയിരിക്കുന്നത് എന്നതുകൂടി ഓർക്കുക. യുക്രൈന് വേണ്ടി ഡൗബിക്കും മുഡ്രിക്കും ഒക്കെ ചേർന്നുകൊണ്ടാണ് മുന്നേറ്റങ്ങൾ നയിച്ചതെങ്കിൽ ഗോൾ കീപ്പറായിട്ട് ല്യൂനിനെ, ഡിഫൻസിൽ സിഞ്ചെൻകോ, അങ്ങനെ മികച്ച ടീമാണ് അവർക്ക് വേണ്ടി കളിക്കളത്തിലേക്ക് ഇറങ്ങിയത്. അതേസമയം ഡ്രോഗസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് സൗദി അറേബ്യൻ ക്ലബ്ബ് ഡമാക്കിന്റെ താരം സ്റ്റാൻച്യു, അതുപോലെ മാരിൻ, പിന്നെ ഡെനിസ് മാൻ തുടങ്ങിയവരെയൊക്കെ മുന്നേറ്റങ്ങളുടെ സഹായത്തിനായിട്ട് അണിനിരത്തിക്കൊണ്ടാണ് റൊമേനിയ കളിക്കാൻ ഇറങ്ങിയത്. കളി അരമണിക്കൂർ പിന്നിടുന്ന ഘട്ടത്തിലാണ് ല്യൂനിന്റെ ആ ഒരു വലിയ മിസ്റ്റേക്ക് യുക്രൈന് തിരിച്ചടിയായിട്ട് മാറുന്നത്. യഥാർത്ഥത്തിൽ എഗെയിൻസ്റ്റ് റൺ ഓഫ് ദി പ്ലേ ആണ് അപ്പോൾ ആ ഗോൾ വന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആൻഡ്രി ല്യൂനിന് ലഭിച്ച പന്ത് അദ്ദേഹം ഒരു വീക്ക് ക്ലിയറൻസ് ആണ് നടത്തിയത്. അത് ഡെനിസ് മാനിലേക്ക് എത്തുന്നു. അദ്ദേഹം പന്ത് സ്റ്റാൻച്യുവിലേക്ക് കൊടുക്കുന്നു. സ്റ്റാൻച്യു അത് ഫിനിഷ് ചെയ്തു റൊമേനിയയെ മുന്നിലെത്തിക്കുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് റൊമേനിയ മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ 4 മിനിറ്റിന്റെ ഇടവേളയിൽ 2 ഗോളുകൾ കൂടി അടിച്ച് കയറ്റി റൊമേനിയ. അടുത്ത ഗോൾ വന്നത് മാരിന്റെ വകയായിരുന്നു. തീർച്ചയായിട്ടും റൊമേനിയയെ സംബന്ധിച്ചിടത്തോളം അത് മത്സരം അവരുടെ കയ്യിലേക്ക് പൂർണ്ണമായിട്ടും കൊണ്ടുപോയി. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ, അതായത് 53-ാമത്തെ മിനിറ്റില് റസ്വാൻ മാരിൻ ഒരു കിഡിലൻ സ്ട്രൈക്കിലൂടെ പന്ത് വലയിലേക്ക് അടിച്ചു കയറ്റി. യഥാർത്ഥത്തിൽ അത് ഒരു പക്ഷേ ല്യൂനിന്റെ നിലവാരമുള്ള ഒരു ഗോൾ കീപ്പർക്ക് സേവ് ചെയ്യാമായിരുന്നു. പക്ഷെ അത് അദ്ദേഹത്തിന് സാധിക്കാതെ പോയി. ഒടുവില് ഡെനിസ് മാന്റെ അസിസ്റ്റിൽ നിന്ന് തന്നെ ഡ്രോഗസ് അവരുടെ 3-ാമത്തെ ഗോളും നേടി. 57-ാമത്തെ മിനിറ്റിലാണ് ആ ഗോൾ പിറക്കുന്നത്. അതോടുകൂടി 3-0 തകർപ്പൻ ജയം റൊമേനിയ ഉറപ്പാക്കുകയായിരുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് എടുത്താം.